ഇതിൽ കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സാക്കൾ ആകെ ഇളക്കി വശമായിരിക്കുകയാണ്. ഇവരെല്ലാവരും നിരന്തരം പോസ്റ്റ് എന്തിനാണ് അതിൻ്റെ ആവശ്യം? അതിന് ആവശ്യമില്ലല്ലോ. ഇന്നലെ MP ജയരാജൻ പറയുന്നുണ്ട്, എന്താണ് പ്രസക്തി എന്താണ്? അദ്ദേഹം മരിച്ചു, ആത്മഹത്യ ചെയ്തിരിക്കുന്നു, അത് സ്വാഭാവികം, അദ്ദേഹത്തിന് വേറെ പ്രശ്നം കാണുമായിരിക്കും. അല്ലാതെ ഞങ്ങൾക്ക് ഇതിലെന്ത് ബന്ധം? അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഞങ്ങൾ സംരക്ഷിച്ചില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ സൂചിയും കൊണ്ട് വരുമ്പോൾ നമ്മൾ അവരോട് ചില കാര്യങ്ങൾ പറയും. അവിടെ കുത്തല്ലേ, ഇങ്ങോട്ട് മാറി കുത്തണേ, വേദനിപ്പിക്കല്ലേ, പെട്ടെന്ന് അങ്ങ് എടുക്കണേ, അങ്ങനെ പറയുമല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇത് CBI വരുന്ന കൊള്ളാം, കൃത്യമായിട്ട് അന്വേഷിക്കണം, നിങ്ങൾ ഈ വളച്ചൊടിക്കാൻ നിൽക്കരുത്, നിങ്ങളത് നന്നായിട്ട് അന്വേഷിക്കണം. അതൊക്കെയാണ് ഈ CPM നേതാക്കന്മാരെ ഇത്രയും നാളും ഇവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അവരുടെ ഒരു അഭിപ്രായം ഇതാണ്, ഞങ്ങളെ അധികം നോവിക്കാതെ കൊല്ലാൻ പറ്റുമോ എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ കുറേ പേര് ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും, PP ശശി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ നിൽക്കും. പക്ഷെ ദിവ്യ പിടിച്ചോണ്ട് പോയാലേ, CBI അങ്ങ് കൊണ്ടുപോയാലേ കേസിൽ ഈ പറഞ്ഞ പോഷന്മാർ കൂടെ പോകും. ഇതിനകത്തെ ഏറ്റവും വലിയൊരു ദുരന്തം എന്താണ്? CPM വന്നിരിക്കുന്ന ദുരന്തം എന്ന്, ഒരു പക്ക പാർട്ടി കുടുംബം, അതായത് അവരുടെ ഓരോ അണുവിലും രോമകൂപങ്ങളിലും പാർട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിന് ഒരു നീതി നടപ്പാക്കാൻ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി വേണ്ടി വന്നു. അത് പലർക്കും സംഭവിച്ചു, ഒരുപാട് വേണ്ടി വന്നിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കേരളത്തിലെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും അധികം സംഭാവന ചെയ്ത KS ജോർജിന് അവസാനം കയറി കിടക്കാതെ സ്ഥലം എന്ന് വെച്ചാൽ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ്. അതാണ് ഇവർ അപമാനിച്ചു വിട്ട കാര്യം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കണ്ടത് സഹായം ചോദിച്ചപ്പോൾ അവരുടെ മനോഭാവം പുച്ഛിക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും. അവസാനം നേരെ തിരിച്ച് അപ്പോൾ ഈ ഇവരൊക്കെ അപമാനിച്ച് ഇരിക്കാൻ പോലും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ഈ ചെന്ന് കണ്ട കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ. അല്ല, ഇതിനകത്ത് ഒരു കാര്യമുള്ളൂ. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയോ കൊലപാതകമോ ആകട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ കുടുംബം ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് അതിൻ്റെ സംശയം ദൂരീകരിച്ച് തരണം, ഞങ്ങൾക്കത് കണ്ണൂരിൽ നിന്നും അല്ലെ സംസ്ഥാന പോലീസിൽ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കത്തില്ലെന്ന് തോന്നുന്നതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾ വേറൊരു ഏജൻസിയെ വെച്ചതാണ്, അത് ഇവർ അനുവദിക്കില്ല. മാത്രമല്ല PP ദിവ്യയുടെ 2 ഫോണിൽ ഒരു ഫോണേ പരിശോധിച്ചിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അടുത്ത ഫോൺ എവിടെ, അത് പരിശോധിച്ചിട്ടില്ല. സംഭവം എല്ലാം വീഴ്ച വരുത്തി എല്ലാം. ഇപ്പം നമുക്ക് സാഹചര്യ തെളിവുകൾ അനുസരിച്ച് അത് ആത്മഹത്യയാണെന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. ഏതാണ്ട് കാര്യങ്ങൾ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയിപ്പോൾ CBI അന്വേഷിച്ചാലും അത്രയൊക്കെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതല്ല ഇവർ ഇത് ചെയ്ത് കളഞ്ഞു. പിന്നെ ഈ പറയുന്ന കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അത്ര ശക്തമായ തെളിവുകളൊന്നും വന്നില്ല. എന്താ ഒരു ബ്ലഡ് സാമ്പിൾ അങ്ങോട്ട് കണ്ടു എന്നുള്ളത് മാത്രമാണ്. അത് പല പിന്നെ പോസ്റ്റ്മോർട്ടം പോലീസ് സർജന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിപ്പം ഈ മരണസമയത്ത് പലതരത്തിലുള്ള വിസർജ്യങ്ങൾ നമ്മൾ ഉണ്ടാകും. ഒന്നുകിൽ ഉമിനീര് പോവാം, അല്ലെ ഇത് പോവാം, നമ്മുടെ ഈ പിന്നെ ശരീരത്തിലൂടെ രക്തം അങ്ങനെ വരാം. ചിലർക്ക് ഈ മലമൂത്ര വിസർജനം ഉണ്ടാകും, ചിലർക്ക് ബ്ലഡ് വരാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും ഒക്കെ CBI ഒന്ന് അന്വേഷിക്കട്ടെ. അതല്ല, ഇതിനകത്ത് വിഷയം എന്താണ്? കുടുംബത്തിനൊരു സംശയമുണ്ട്, പാർട്ടി കുടുംബമാണ്. ആ കുടുംബത്തിനൊരു സംശയം ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ധർമ്മം. ജില്ലയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞാൽ അടുത്ത ആളാണ് ADM. അതെ, അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടില്ലെന്ന് പറഞ്ഞാലേ. കാരണം എന്തുകൊണ്ടാണ് കേരളത്തിൽ ഈ പിണറായി ഭരണം അവസാനിക്കാൻ ഒരു കാരണം ഇതാണ്. മാത്രമല്ല, അന്ന് യാത്രയപ്പ് ചടങ്ങ് നടത്താനിരുന്നത് രാവിലെയാണ് അദ്ദേഹത്തിന്, പക്ഷെ പെട്ടെന്ന് എന്തുകൊണ്ട് അത് വൈകുന്നേരത്തേക്ക് മാറ്റി? മാത്രമല്ല, ആ കളക്ടർ ഇരിപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് കളക്ടർ ഇതൊക്കെ ഈ PP ദിവ്യ ഇത്രയും ചീത്ത വിളിക്കുമ്പോഴും ഈ കളക്ടർ എന്ന് പറഞ്ഞ ആൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചെറിയ ചിരിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്. അദ്ദേഹത്തിന് ഇടപെടാമായിരുന്നു. ഇപ്പം ജനപ്രതിനിധിയാണ് വരുന്നെങ്കിൽ പോലും, മേഡം അങ്ങനെ പറയരുത്, നമുക്ക് യാത്ര ഒക്കെ നമ്മൾ വിടുകയല്ലേ, ആ നേരത്തെ ഇങ്ങനെ പറയരുതെന്നും പറയാനുള്ള അയാൾ ആസ്വദിച്ച് കേട്ട് ചിരിച്ചോണ്ടിരിക്കും. ഈ കളക്ടർ ഇടപാടിൽ വലിയ ദുരൂഹതകളുണ്ടായിരുന്നു, ഒത്തിരി ദുരൂഹതകൾ കളക്ടർ ഇടപാടിലുണ്ടായിരുന്നു. അത് നമുക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കളക്ടർ ഇടപാടിൽ ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ആ ദുരൂഹതകൾ നീക്കേണ്ടതായിട്ടുണ്ട്. കളക്ടറെയും വിശദമായിട്ട് സത്യത്തിൽ ഒരു പ്രാദേശിക പിന്നെ ചാനലുകാരനെ വിളിച്ച് ഇതെല്ലാം ഷൂട്ട് ചെയ്തേക്കല്ലേ കൊടുക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് എല്ലാ ദുരൂഹതകളും ഉണ്ട്. പക്ഷേ ഈ മനുഷ്യനെ ഇനി കൊലപാതകമല്ല ആത്മഹത്യയാണെന്ന് കരുതുക, അല്ലെ ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് കരുതുക, എന്താണെങ്കിലും ശരി, അതിലേക്ക് നയിച്ച ഒരു സംഗതി മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഈ മരണത്തിലേക്ക്, ആത്മഹത്യയെങ്കിൽ അതിലേക്ക് തള്ളിവിട്ടു, കൊലപാതകമെങ്കിൽ അതിലേക്ക് ആളെ വിട്ടു. 2 തരത്തിലുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളത്, ഈ CBI അന്വേഷണം എന്ന് പറയുന്നത് സത്യത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നല്ല. CBI അന്വേഷിച്ച ഒരു കേസുകളും നേരെ ചൊവ്വേ ഇവിടെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല.
നമുക്ക് സേതുരാമയ്യർ CBI അന്വേഷിച്ച കേസുകൾ മാത്രമാണ് ഇവിടെ തെളിഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ നമുക്കറിയാം CBI അന്വേഷിച്ച കേസുകൾക്കൊക്കെ എന്ത് ഏറ്റവും നമ്മൾ ഈ ഡമ്മി ഇട്ടെന്നൊക്കെ പറഞ്ഞ അത് കേരളത്തിൽ ഏറ്റവും പേര് കേട്ട സംഭവമായ പോളക്കുളം കേസ് പോലും അവസാനം പ്രതികളെ വെറുതെ വിട്ടു. അതെ, അഭയ കേസിൽ വെറുതെ വിട്ടില്ലേ. അതുപോലെ കേരളത്തിലെന്നല്ല, കേരളത്തിന് വെളിയിലായിക്കോട്ടെ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇന്നേ വരെ CBI അന്വേഷിച്ചൊരു കേസ് തെളിയിച്ചിട്ടുണ്ട്. തെളിയിക്കാൻ സാധിക്കില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് ഈ ലോക്കൽ പോലീസ് ഇരിക്കുന്നവരൊക്കെ തന്നെ CBIയിലും ഇരിക്കുന്നത്, എല്ലാം ഡെപ്യൂട്ടേഷനിൽ പോകുന്നവരാണ് കൂടുതലും. ഇവരുടെ അന്വേഷണം എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞു പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും ഒരു വരുന്നത്. 1, 2 ഇവിടെയും അതുപോലെ ഈ പത്തനംതിട്ടയിലും മത്തായി മരിച്ച കേസിലും CBI അന്വേഷിക്കും. അതിൻ്റെയൊക്കെ ഗതി എന്തായി വരുമെന്ന് നമുക്കറിയത്തില്ല. ഇവർ വന്ന് നോക്കിയിട്ട് ഇവർ ഒരു ഫൈൻഡിങ്സ്, ഈ ലോകത്തെങ്ങും ഇല്ലാത്തൊരു ഫൈൻഡിങ്സ് കൊടുക്കും. ഇവർക്ക് പലരെയും രക്ഷിക്കേണ്ടതായിട്ടുണ്ടാവും. ആ രക്ഷിക്കേണ്ടവരെ എല്ലാം അവർ ഇതാക്കിക്കൊണ്ടായിരിക്കും ഇത് കൊടുക്കുന്നത്. ആ സംഭവം തള്ളിപ്പോവുകയാണ് പതിവ് സാധാരണ കോടതി. എനിക്ക് തോന്നുന്നത് കേരള പോലീസിൽ അതിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തെ ഇത് അന്വേഷിക്കാൻ നിയമിക്കുക. അതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. ഇത് CBI അന്വേഷണം സർക്കാർ ഇക്കാര്യത്തിലൊന്നും പറഞ്ഞില്ല, മാധ്യമങ്ങളിൽ മാത്രമാണ് CBI അന്വേഷണം ഞാൻ കണ്ടിട്ടുള്ളത്. സർക്കാർ പ്രഖ്യാപിച്ചോ? ഓർഡർ ഇറക്കിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് CBI അന്വേഷണം നടക്കാൻ സാധ്യത കുറവാണ്. ഇതിനകത്ത് ഷൗക്കത്ത് അലിയെ പോലെയുള്ള SP ഉണ്ടല്ലോ, SP ഷൗക്കത്ത് അലിയെ പോലെ നല്ല ഒരു വിഭാഗം, നല്ല നിഷ്പക്ഷനെന്ന് പേരെടുത്ത ഇപ്പൊ അനൂപ് കുരുവിള ജോൺ, ഈ പറഞ്ഞ ഷൗക്കത്ത് അലി, അങ്ങനെയുള്ള ഒരു നല്ല ടീം കേരള പോലീസിനുണ്ട്. ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് അവരെ നിശബ്ദരാക്കി, അവരെ ഒന്നിൽ ഇവിടുന്ന് നാട് കടത്തിയവർ ഒത്തിരിയുണ്ട്. അവരെ ആരെയെങ്കിലും വെച്ചിട്ടൊരു ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏറ്റവും വിശ്വസ്തരായ ഇത്ര പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നടത്തിയാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പിന്നെ CBI അന്വേഷണം വന്നപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് പറയാം, ഇവരുടെ തുണയ്ക്കെത്തി ഇവർ CBI അന്വേഷണം എന്തിനാണ് നമ്മുടെ മലയാളീസ് ഇപ്പോഴും ഈ CBI അന്വേഷണം ആവശ്യം. സിനിമയുടെ സ്വാധീനം ഇപ്പോഴും നമുക്കുണ്ട്. ആ സിനിമയുടെ സ്വാധീനം ഭയങ്കരമായിട്ട്. പിന്നെ അതിനകത്ത് അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കേരളത്തിൽ നല്ല ഒരു ANC വന്ന് അന്വേഷിക്കുമല്ലോ എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ അതിനകത്തുള്ളൂ. കാരണം ഇവിടെ ഇപ്പൊ ഏത് സർക്കാർ ഭരിക്കുന്നു അവരുടെയാണ് പോലീസ്, അവർ ബന്ധപ്പെട്ട കേസിൽ ഇങ്ങനെ വരും. അല്ല, മാത്രമല്ല ഈ ഒരുപക്ഷെ ഈ മലബാർ ദേവസ്വത്തിന്റെ കീഴിലാണ് ഏറ്റവും അധികം ഭൂമിയുള്ളത്. ഈ ഭൂമിയെ ബന്ധപ്പെട്ട് പലയിടത്തും CPI നേതാക്കന്മാർ കൈയേറിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ADM ആണല്ലോ ഇത് കൈകാര്യം ചെയ്യേണ്ടത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം. അതോ ഇവരെല്ലാം കൂടെ PP ദിവ്യയുടെ തലയിൽ ഇതെല്ലാം ഊരാൻ വേണ്ടി PP ദിവ്യ തലയിൽ കെട്ടി വെച്ചിട്ട് പാർട്ടി നേതൃത്വം ചെന്ന് പുള്ളി ചീത്ത കളിക്കാൻ പറഞ്ഞിട്ട് മാർച്ച് പാർട്ടി എന്തും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിൽ പെട്ടുപോയതാണ് PP ദിവ്യ നമുക്ക് അറിയാനും പറ്റില്ല. പക്ഷേ ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, അയാളെ സംശയകരമായ സാഹചര്യമാണ് അയാളെ മൊത്തത്തിൽ കാര്യങ്ങൾ. അയാൾക്ക് ഇങ്ങനെ പെട്രോൾ പമ്പ് തുടങ്ങാൻ സാധിക്കുന്നു, അയാളുടെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ഇതേക്കുറിച്ചൊന്നുള്ള ഒരു അന്വേഷണം നടന്നിട്ടില്ല. അല്ല, ഇതിനകത്ത് ഇപ്പം CPIമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ വാദി പ്രതിയാകും, വെറുതെ നാണം കെടും എന്നാണ് ഇവർ പറയുന്നത്. അതായത് അവർ പറയുന്നത് നവീൻ ബാബു, ഇവർ പറയുന്നത് എന്താ, നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നാണ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പം നവീൻ ബാബുവിന്റെ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടുകാരനാണ്. അതുപോലെ നല്ല കുടുംബത്തിൽ പിറന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരൊറ്റ സഹപ്രവർത്തകർ പോലും ഇന്നേ വരെ ഒരു മോശം അഭിപ്രായം. അവരെ കൂടെ ജോലി ചെയ്ത ഒത്തിരി പേരുണ്ട്, 100 നാവാണ് അവർ. ഒരിക്കലും വാങ്ങുകയില്ല. കാരണം അതെന്നറിയാമോ, ഈ സമയത്ത് ഈ നേരത്തെ മേടിച്ചു കൂട്ടാനായിരുന്നു. അല്ല, മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം സ്ഥലം മാറി പോകുമ്പോൾ ഒരു മുന്നറിയിപ്പാണ്, തൻ്റെ നാട്ടിലേക്കല്ലേ പോകുന്നത്, അവിടെ ചെന്ന് ഞങ്ങൾ പാർട്ടിക്കാർ പറഞ്ഞാൽ അത് അനുസരിച്ചോളണം, അതല്ലെങ്കിൽ ഇതാണെന്നുള്ളതാണ് ദിവ്യയുടെ സംസ്ഥാനത്തിലെ. അല്ല, അതുകൊണ്ട് എന്താ സംഭവിച്ചേ, തെക്കും വടക്കും എന്ന് പറഞ്ഞ് CPM രണ്ടായിട്ട് പിളർന്നു. പത്തനംതിട്ട ജില്ലക്കാർ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പവും അവിടെ ഉള്ളവർ PP ദിവ്യയുടെ കൂടെ നിന്നു. മാത്രമല്ല ഈ ജയരാജൻ അവിടെ വന്നു നിന്ന് വളരെ തിരക്കിട്ട് ആ മൃതദേഹം ദഹിപ്പിച്ചു. അതൊക്കെ ഒരു ചർച്ചയിലേക്ക് നീണ്ട ഒരു കാര്യങ്ങളാണ്, സംശയത്തിന് ഇട നൽകുന്ന കാര്യങ്ങളാണ്. ഏതായാലും PP ദിവ്യയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഭാവി അതോട് തീർന്നു. ഇത്തവണ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി നിന്ന ഒരാളാണ്. ഈ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നേരത്തെ കോൺഗ്രസ് വാക്ക് കൊടുത്തിരുന്നു. അതായത് ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോഴത്തെ റാന്നി MLA ആയിട്ടുള്ള പഴവളം മധു, KPCC സെക്രട്ടറി, അദ്ദേഹവും പത്തനംതിട്ട DCC പ്രസിഡന്റും എന്ന് വേണ്ട എല്ലാ ആൾക്കാരും, എനിക്കൊന്ന് VD സതീശനടക്കം അവിടെ വന്ന് അവരെ സന്ദർശിച്ച് അവർക്ക് അന്ന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. മഞ്ജുഷയ്ക്ക്, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്, അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സ്ഥലത്ത് ജോലി നൽകണമെന്നും അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലേ ഇപ്പൊ മകൾക്ക് ജോലി കിട്ടും. ഇതിനകത്ത് ഒരു കാര്യമുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ ആകെ ആഗ്രഹിച്ചത് ഒരു ആശ്വാസം മാത്രം. ഈ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ വിശ്വസിച്ച പാർട്ടിയിൽ ഞങ്ങൾക്ക് അത് കിട്ടുമെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന്റെ അനിയൻ പ്രവീൺ എന്ന് പറഞ്ഞ് അഡ്വക്കേറ്റ് ഉണ്ട്, അവരൊക്കെ വളരെ മലയാളപ്പുഴയിലെ ഏറ്റവും ഉയർന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാരണവശാലും ഇവരെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ വേണ്ടി
എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂടി. പക്ഷേ അവസാനം എന്ത് പറ്റി? ദിവ്യ അറസ്റ്റ് ചെയ്യേണ്ടി വന്നില്ലേ? അറസ്റ്റ് ഒന്ന് ദിവ്യ ഒളിപ്പിച്ച് നിർത്തിയ പാർട്ടി തന്നെ ശ്രീമരീസിനെ ഉൾപ്പെടെ സ്വീകരിക്കാൻ നമ്മൾ കണ്ടില്ല. അങ്ങനെ എല്ലാം വന്നു. അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരാൾ മനുഷ്യൻ സംശയാസാരത്തിൽ മരിച്ചാൽ അയാളുടെ പേര് പോലും പെണ്ണുകൾ സാരാവിക്കാൻ സാധ്യതയുള്ളതൊന്നും. പക്ഷേ ഇവിടെ നടന്നില്ല. കാര്യം വില പോവില്ല എന്നുള്ളതുകൊണ്ടാണ്. അതെ, നവീൻ ബാബു അത്തരക്കാരനല്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മുടെ ആന്തൂരിലെ സാജൻ മരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ച് അവാദം ദേശാഭിമാനി പിൻവലിക്കേണ്ടെന്ന് അവർക്ക്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നേരെ അറിയാൻ CBI വരട്ടെ. എന്തായാലും ഈ CBI അന്വേഷണം കൊണ്ട് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എങ്കിൽ പോലും CBI എന്ന് പറയുന്ന ഏജൻസിയിലേക്ക് ഈ അന്വേഷണം എത്തിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു. ഈ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന ഒരു CPM കുടുംബത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി വളരെ അഡമൻ്റായിട്ട് നിലപാടെടുത്തു, രംഗത്ത് വന്നു എന്നുള്ളത് തന്നെ വളരെ സ്വാഗതാർഹമാണ്. ഇത് കണ്ട് CPMകാർക്ക് കുരു പൊട്ടിയിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ മുമ്പേ കോടതി പറഞ്ഞ പോലാണ് ED അന്വേഷിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മകൾ, മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട കേസ് ED അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ CBI അന്വേഷിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, ഇല്ലെങ്കിൽ ഇതില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പിന്നെ എന്തിനാ ഭയക്കുന്നത്? എന്തിനാണ്?